സിമ്പിളായി ദൈവത്തെ ഒന്ന് വിശ്വസിക്കുക, യേശുവിനെ ഒന്ന് വിശ്വസിക്കുക. നിന്റെ ഭവനത്തിൽ അത്ഭുതം നടക്കുന്ന കാണാൻ കഴിയും. കാരണം വാഴ്ത്തത്വം വെളിപ്പെടും, ദൈവപ്രസാദം വെളിപ്പെടും. ദൈവപ്രസാദം ഒരുവൻ്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവന് ആ ഭവനത്തിലൊരു അനുഗ്രഹമാണ്, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണ്. നീ പോകുന്നിടത്താണ് നീ അത്ഭുതം കാണാനിടയായിത്തീരും. ഇവിടെ യേശു ഈ വാക്ക് പറയുമ്പോൾ, ഈ വചനം പറയുമ്പോൾ പലരും യേശുവിനോട് ചോദിക്കുന്നത്, നീ എന്ത് പ്രവൃത്തിയാണ് ഞങ്ങളുടെ മുമ്പിൽ ചെയ്തത്? യേശു ചെയ്ത മഹാ അത്ഭുതം എന്ന് പറയുന്നത് 3 ദിവസം ഭൂമിയുടെ അടിയിൽ അന്തർഭാഗത്തിരുന്നെന്നുള്ളതാണ്. 3 ദിവസം ആർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ പ്രവൃത്തിയാണ് യേശു ഭൂമിയുടെ അന്തർഭാഗത്ത്, മധ്യഭാഗത്ത് യേശു ഇരുന്നത് 3 ദിവസം. ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. മരണഭാഷങ്ങളെ അഴിച്ചിട്ട് യേശു എഴുന്നേറ്റ് വന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്നാൽ പല ആളുകളും യേശുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്വന്തം പ്രവൃത്തി കൊണ്ട് നീതീകരണം പ്രാപിക്കാൻ നടക്കുന്നവരാണ്. സ്വന്തം പ്രവൃത്തി കൊണ്ട് നീതീകരണം പ്രാപിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനും ദൈവിക നീതീകരണം പ്രാപിക്കാൻ കഴിയില്ല. പ്രിയരെ, ഈ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.